ഞാൻ ശരിക്കും ഓർമ്മപ്പെടുത്തുകയാണ്, നന്നായി മനസ്സിലാക്കണം. ഞാൻ ഓതിയ ആയത്തുകൾ എന്തേ തൊടാതിരുന്നത്? ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവരും ഇല്ലാത്തവരും തുല്യമാണോ? തുല്യമല്ല. പറയൂ നബിയേ. ഖുർആനിൽ അല്ലാഹു പറയാണ്, ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്. ബുദ്ധിയുള്ളവർക്ക് കാര്യം തിരിയൂ. ബുദ്ധിയുള്ളവരായ ഇമാമിങ്ങള്. ഇനിയും കേട്ടോ, മാ അർസൽനാ മിൻ ഖബ്ലിക ഇല്ലാ റിജാലൻ നൂഹി ഇലൈഹിം. ഓ നബിയേ, അങ്ങേക്ക് മുമ്പ് നമ്മൾ പറഞ്ഞേച്ചതൊക്കെ പുരുഷന്മാരെയാണ് വഴിയറിയിച്ചുകൊണ്ട് പറഞ്ഞേച്ചത്. ഫസ്അലൂ അഹ്ല ദിക്രി. അതുകൊണ്ട് വിവരമുള്ളവരോട് ചോദിക്കൂ. ഇൻ കുൻതും ലാ തലമൂന ബിൽ ബയ്യിനാതി വസ്സുബുരി. തെളിവുകളെ സംബന്ധിച്ചും ഗ്രന്ഥങ്ങളെ സംബന്ധിച്ചും വിവരമില്ലെങ്കിൽ നിങ്ങൾ വിവരമുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കൂ. ഖുർആൻ പറഞ്ഞില്ലേ, ഈ ആയത്തല്ലേ ഇമാമിങ്ങള് അതാ ഇമാമിങ്ങളെ പിന്തുടരണം എന്നത് തെളിവ് ധരിച്ചിട്ടുള്ളത്. എന്നാ മൗലവി എന്ത് ചെയ്തു എന്നറിയോ? ഈ ഭാഗം അങ്ങ് കട്ടിട്ട് വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യന ലിന്നാസി മാ നുസില ഇലൈഹിം വലഅല്ലഹും യതഫക്കറൂൻ എന്ന രണ്ടാമത്തെ ഭാഗം മാത്രം ഓതി അങ്ങ് കേൾപ്പിച്ചു. എന്നിട്ടും വലഅല്ലഹും യതഫക്കറൂൻ എന്നതിന്റെ അർത്ഥം മൗലവി പറഞ്ഞതുമില്ല. ചോദിക്കട്ടെ, നാദാപുരത്തിൽ നിന്ന് തുടങ്ങിയതല്ലല്ലോ. മഹാനായ ശംസുൽ ഉലമാ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ നവറല്ലാഹു മർഖദഹു ഇവിടെ ദർസ് നടത്തുന്ന കാലത്ത് തന്നെ സംവാദം നടന്നിട്ടുണ്ടല്ലോ. ആ സംവാദത്തിൽ നിങ്ങളെ പൂർവികരായ മൗലവിമാര് അതേ യഹൂദികളെ പ്രേരണ കൊണ്ട് ലാഗത്ത് ഇബാറത്ത് വായിച്ചതല്ലേ? അതുപോലെ ഖുർആനിൽ ഞാനോദിയ ആയത്ത് അതിന്റെ അപ്പുറത്തെ ഭാഗം എന്തേ മൗലവി വായിച്ച അർത്ഥം പറയാതിരുന്നത്? ഇപ്പുറത്തെ ഭാഗത്തിന് എന്തേ അർത്ഥം പറയാതിരുന്നത്? നിങ്ങൾ ഈ കരയുദ്ധമാണെന്ന് പറഞ്ഞ അതെടുത്തിട്ട് വിട്ടിത്തം വിളമ്പുകയല്ലേ ചെയ്തത്? എന്തുകൊണ്ട് നിങ്ങൾ ഞാനോദിയ ഖുർആനിന്റെ ആയത്തിനെ ചങ്കൂറ്റത്തോടെ നെഞ്ഞൂക്കോടെ നേരിടാൻ വന്നില്ല? നേരിടാൻ സാധ്യമല്ല. ഇത് കരയുദ്ധമാണ് കേട്ടോ. എന്റെ ആങ്കർ അതിലൊന്നിങ്ങ് പോയാൽ പറയട്ടെ, 10 മാസത്തേക്ക് കിടന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കൂല മൗലവി. 10 മാസം കിടക്കും നിങ്ങള്. കാരണം ഞാനിത് കരയുദ്ധമാണെന്ന് വെറുതെ പറഞ്ഞതല്ല. കിടന്നെടുത്ത് എഴുന്നേറ്റ് വരാൻ 10 മാസമായില്ലേ? എന്നിട്ടും നേരിടാൻ കഴിഞ്ഞോ മൗലവി? ഞാൻ വിഷയത്തിലേക്ക് തന്നെ പോകട്ടെ. എന്റെ മാന്യ മുസ്ലിം സഹോദരന്മാര് മനസ്സിലാക്കുക. അപ്പൊ 2 മാർഗം എന്ന് പറഞ്ഞത് എന്താണ്? ഒന്ന്, സ്വന്തമായി അറിവും ബുദ്ധിയുമുള്ള ഇമാമിങ്ങൾക്ക് സ്വയം അറിയാൻ കഴിയുന്നു, അഥവാ അവർക്ക് മനസ്സിലാക്കാൻ അല്ലാഹു തആല കഴിവ് കൊടുക്കുന്നു. രണ്ടാമത് പിന്നെയുള്ള മാർഗം എന്താണ്? അറിവുള്ളവര് പറയുന്നത് സ്വീകരിക്കുക എന്നതാണ്. അതേ, ഒരു എഞ്ചിനീയർ പറയുന്നത് പോലെ ബിൽഡിംഗ് എടുത്തവൻ പരാജയപ്പെടൂല. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്ന് കുടിച്ചവന് നാശം വരാൻ സാധ്യത കുറവാണ്, അല്ലേ? എന്നാൽ ഓ മുസ്ലിമീങ്ങളെ, അങ്ങനെ അറിവുള്ളവര് പറഞ്ഞത് സ്വീകരിക്കുന്നരുതെന്ന് പറയുന്ന ഒരേ ഒരു കമ്പനി, ലോകത്ത് ഏറ്റവും ബുദ്ധിയില്ലാത്തൊരു വിഭാഗം ഇമാമിങ്ങളെ സ്വീകരിക്കരുതെന്ന് പറയുന്നവരാണ്. അറിവുള്ളവർ പറഞ്ഞാൽ സ്വീകരിക്കൂല, അറിയാത്ത ഞാൻ പറയും അത് സ്വീകരിക്കണം. ഈ തത്വം ഒരു ബുദ്ധിയുള്ള മനുഷ്യന്റെ മുന്നിൽ പറയാൻ പറ്റുമോ? അതുകൊണ്ട് തന്നെ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്ന വാചകം ഞാൻ നിങ്ങൾക്കൊന്ന് കേൾപ്പിക്കട്ടെ. മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഓ ജനങ്ങളെ, ഖുർആനിൽ എല്ലാ ഇൽമുമുണ്ട്. فكل ما أنزل في كتابه جل ثناؤه رحمة وحجة. ഖുർആൻ അനുഗ്രഹമാണ്, തെളിവാണ്. അലിമഹു മൻ അലിമഹു, അതറിയാവുന്നവർക്കറിയാം. വജഹിലഹു മൻ ജഹിലഹു, അറിയാത്തവർക്കതറിയില്ല. ലാ യഅലമു മൻ ജഹിലഹു, അറിവില്ലാത്തവർക്കത് മനസ്സിലാവൂല. വലാ യജ്ഹലു മൻ അലിമഹു, അതിനെ അറിഞ്ഞവൻ അതറിയാതിരിക്കുകയുമില്ല. അതുകൊണ്ട് അറിവുള്ളവരെ സ്വീകരിച്ച് ജീവിക്കണം. ഇനിയും നിങ്ങൾ കേൾക്കൂ, അവർക്കാണ് സ്വയം കണ്ടെത്തുക എന്നത്. ഖുർആനിൽ നിയമം കണ്ടെത്താൻ കഴിവുള്ളവരായി അത്രയും വിവരം ഒരാൾ എത്തിച്ചാൽ
വസ്തിദിലാലൻ തെളിവ് പിടിക്കാനുള്ള കഴിവുണ്ടായാൽ അതിൽ നിന്ന് മനസ്സിലാക്കിയതനുസരിച്ച് പ്രവർത്തിക്കാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും അല്ലാഹു ഒരാൾക്ക് ഭാഗ്യം കൊടുത്താൽ അവന്റെ ദീനിലും ദുനിയാവിലും അവൻ വിജയം കൈവരിച്ചു. അവന് പിന്നെ സംശയമില്ല. അവന്റെ ഹൃദയത്തിൽ പ്രകാശിച്ചു. അൽ-ഹിക്മത്ത് എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. അത് കിട്ടിയവൻ വലിയ ഭാഗ്യവാനാണെന്ന് ഖുർആൻ പറയുന്നുണ്ട്. അത് കിട്ടി അത്തരം കക്ഷികളാണ് ഇമാം എന്ന സ്ഥാനത്തിന് അർഹരാകുന്നത്. ഇമാം എന്ന് പറയുന്നത് കാണുന്ന മൗലവി ഇമാമല്ല, കാണുന്ന മുസ്ലിയാർ ഇമാമല്ല. ഇമാം എന്ന സ്ഥാനത്തിന് അർഹരാകുന്നത് അത്രയും വലിയ സ്ഥാനത്തുള്ളവരാണ്. ഖുർആനും ഹദീസും നോക്കി നിയമം പറയാനുള്ള വലിയ പാണ്ഡിത്യമുള്ളവരാണ്. ഓ മുസ്ലിമീങ്ങളെ, ഈ സ്ഥാനം കൈവരിച്ചവർ ഇമാമീങ്ങൾ, അവരെ പിന്തുടർന്നുകൊണ്ട് മാത്രമേ ഹിദായത്തുള്ളൂ. അങ്ങനെ മാത്രമേ ഖുർആൻ ഫലം ചെയ്യുകയുള്ളൂ. എന്റെ വകയിലല്ല കേട്ടോ. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. പരിശുദ്ധ ഖുർആൻ സംശയത്തിന് അവകാശമില്ലാത്ത ഗ്രന്ഥം. അതുകൊണ്ട് ഉപകാരമാർക്ക് ലിൽ മുത്തഖീൻ, ഭക്തിയുള്ള ജനങ്ങൾക്ക്, അല്ലാഹുവിനെ ഭയപ്പെടുന്ന ഭക്തിയിലേക്ക് വിളിക്കുമ്പോൾ ഭക്തിയിലേക്ക് വരുന്ന ജനങ്ങൾക്ക് അതുകൊണ്ട് സന്മാർഗം ലഭിക്കുന്നു. ആ മുത്തഖീങ്ങൾ ആര് വേണം? ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നു. മഹാന്മാരായ ഇമാമിങ്ങളെ പ്രാർത്ഥന എന്താണ്? അവരെ പ്രാർത്ഥന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. ഞങ്ങളത് ഈ മുത്തഖീങ്ങളായ ആളുകൾക്ക് പിന്തുടരാനുള്ള ഇമാമങ്ങളാക്കണേ അല്ലാഹ്. അതാര പ്രാർത്ഥനയാ? وعباد الرحمن الذين يمشون على الأرض هونا وإذا خاطبهم الجاهلون قالوا سلاما എന്ന് പറഞ്ഞിട്ട് സ്വർഗവാസികളായ ഇമാമുകൾ, അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാർ, അവരുടെ ലക്ഷണം പറഞ്ഞുകൊണ്ട് ആ മഹാന്മാരെ പറ്റി ഖുർആൻ പറഞ്ഞതാണ്. അവരുടെ പ്രാർത്ഥന മുത്തഖീകളായ ജനങ്ങൾക്ക് ഞങ്ങളെ മാതൃകാ പുരുഷന്മാരാക്കണം അല്ലാഹ്. ഈ ആയത്ത് ഞാൻ എന്റെ വകയിൽ പറയുകയല്ല. സഹീഹുൽ ബുഖാരി പഠിക്കൂ നിങ്ങൾ. ആ സഹീഹുൽ ബുഖാരിയിൽ കിതാബുൽ ഇത്തിസാമി ബിൽ കിതാബി വസ്സുന്ന, ഖുർആനും സുന്നത്തും ജീവിതത്തിൽ മുറുകെ പിടിച്ച് ജീവിക്കണമെന്ന് പറയുന്ന ഭാഗമെന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്. ആ ഖുർആനും സുന്നത്തും എങ്ങനെയാണ് മുറുകെ പിടിക്കേണ്ടത്? സഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി അധ്യായം കൊടുക്കുകയാണ്. ബാബുൽ ഇഖ്തിദാഇ ബി സുനനി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ ചര്യ മുറുകെ പിടിച്ച് ജീവിക്കേണ്ട അധ്യായം. വഖൗലില്ലാഹി തആല, അല്ലാഹുവിന്റെ ഖൗലിനെ കുറിച്ചും പറയുന്ന അധ്യായം. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ, അല്ലാഹ് പറഞ്ഞില്ലേ മഹാന്മാരുടെ പ്രാർത്ഥന വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ഖാല എന്താണ് പറഞ്ഞതിന് അർത്ഥം? ഇമാം ബുഖാരി വിവരിക്കുകയാണ്. അഇമ്മത്തൻ നഖ്തദീ ബിമൻ ഖബലനാ വയഖ്തദീ ബിനാ മൻ ബഅദനാ. ഞങ്ങളെ ഇമാമീങ്ങളാക്കി തരണം അല്ലാഹ്. എന്താണ് ഇമാമിങ്ങൾ എന്ന് പറഞ്ഞാൽ? നഖ്തദീ ബിമൻ ഖബലനാ, ഞങ്ങളെ മുൻഗാമികളെ ഞങ്ങൾ പിന്തുടരും. വയഖ്തദീ ബിനാ മൻ ബഅദനാ, ഞങ്ങളെ ശേഷം വരുന്നവർ ഞങ്ങളെയും പിന്തുടരും. അങ്ങനെ മുൻഗാമികളെ പിന്തുടരുന്ന, പിൻഗാമികൾക്ക് പിന്തുടരാൻ പറ്റുന്ന ഇമാമങ്ങളാക്കി തരണം ഞങ്ങൾ എന്ന്. മുത്തഖീങ്ങൾക്ക് ഇമാമ് വേണം, മുത്തഖീങ്ങൾക്ക് ഇമാമ് വേണം. അത് ഞങ്ങളുടെ പിൻതലമുറക്ക് ഞങ്ങളെ പിന്തുടരാൻ പറ്റുന്നവരാക്കി തരണം.
അതുപോലെ ഞങ്ങൾ മുൻഗാമികളെ തള്ളുന്നവരല്ല, മുൻഗാമികളെ സ്വീകരിക്കുന്നവരും പിന്തുടരുന്നവരുമാണ്. ഇതാണ് പറഞ്ഞതിന്റെ അർത്ഥമെന്ന് ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ ബാബുൽ ഇഖ്തിദാഇ ബി സുനനി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഖൗലില്ലാഹി തആല വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ എന്ന അധ്യായം കൊടുത്തുകൊണ്ട് ഖുർആൻ മുറുകെ പിടിക്കൽ എങ്ങനെ, റസൂലുള്ളാഹിന്റെ ചര്യ മുറുകെ പിടിക്കൽ എങ്ങനെ, അത് ഇമാമിങ്ങളെ പിന്തുടർന്നുകൊണ്ടാണ്, മുൻഗാമികളെ പിന്തുടർന്നുകൊണ്ടാണ് എന്ന് വ്യക്തമായി ആയത്ത് കൊടുത്ത്